അപ്പൊ ഗൈസ് പാട്രിയോട്ട് കണ്ട എല്ലാവരും സിനിമ എങ്ങനെയുണ്ട്? അത് അതായത് പാട്രിയോട്ട് നല്ലതല്ല മോശമാണെന്ന് പറഞ്ഞാൽ പൊങ്കാലി ഇടും. അതുകൊണ്ട് പടം നല്ലതാണ്, ആവറേജ് ആണ് പടം, വലിയ കാണത്തൊന്നുമില്ല. ലാലേട്ടനെ കുറച്ചും കൂടെ സീൻ കൊടുക്കായിരുന്നു അല്ലേ? ലാലേട്ടൻ മരിക്കണ്ടായിരുന്നു. കുറച്ചും കൂടെ ലാലേട്ടന് സീനുകൾ കൊടുക്കാം. ലാലേട്ടൻ മരിക്കണ്ടായിരുന്നു. സോറി, മരിച്ചില്ല. നിങ്ങൾ കേട്ടിട്ടില്ല? മരിച്ചില്ല കേട്ടോ. കുറച്ചും കൂടെ സീൻ കൊടുക്കായിരുന്നല്ലേ പക്ഷെ ലാലേട്ടന്. സത്യം. പക്ഷേ അതിൽ ആർക്കും മാർക്കറ്റ് കിട്ടിയ അറിയോ? ടാറ്റക്കാർക്ക്. വണ്ടി ഇടിച്ച് മറിയണോ മലക്കണോ, എന്നിട്ടില്ലേ ബമ്പറിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അതുപോലെ ഇല്ലേ എവിടെ കാണണ്ട നിങ്ങള്? അതുപോലെ ഇല്ലേ ഹാരിയറിന്റെ ബാക്കില് സ്കോർപിയോ കൊണ്ട് ഒരൊറ്റ അലക്കലൊക്കെ ഇടിക്കണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ മാഗ്നറ്റ് റിപ്പൽ ചെയ്യില്ലേ, അതേപോലെ പുറകിലേക്ക് വരല്ലാണ്ട് വണ്ടിയിൽ ഒരു സൂചിപ്പിന് കൊണ്ട് വരച്ചുള്ള സ്ക്രാച്ച് ഇല്ലേ, അതുപോലും ഇല്ല. ഹാരിയറിനെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതി ഇതിലും കിട്ടാനില്ല, ഇതിലും ബെസ്റ്റ് കിട്ടാനുള്ള അഡ്വർടൈസ്മെന്റ് കിട്ടാനില്ല. മൊത്തത്തില് എന്താണ് ഓക്കെ അത്രേ ഉള്ളൂ. നമ്മള് പ്രതീക്ഷിച്ച പോലെ ആ ഗംഭീര പടം അങ്ങനെ നമുക്ക് ആ പടത്തിന് നെഗറ്റീവ് ആണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം നാട്ടുകാരിയായിരിക്കും. അതുകൊണ്ട് നല്ലതാണ് പറയാ, പോയിട്ടിരിക്കുക. ഒരു തവണ കാണുക, വൺ ടൈം വാട്സപ്പിൾ ഒരു തവണ പോയി കാണുക. പിന്നെ ഇല്ലേ അതില് വേറെ വിഷയം എന്താ അറിയാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ വയസ്സായ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ചിലപ്പോ പടത്തിന്റെ തീം ചിലപ്പോ മനസ്സിലാവും, പക്ഷെ ആ പടം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവില്ല. അതിനകത്ത് എന്താ കാണിക്കുന്നത്, എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവില്ല. അതിലൊരു സീനുണ്ട്, അതില് മമ്മൂട്ടിന്റെ ഒരു കൊളീഗ് ഉണ്ട്. അവര് UK ഒരു യൂണിവേഴ്സിറ്റിയിൽ സൈബർ ഫോറൻസിക് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോ എനി ടൈം അവള് എക്സ് അക്കൗണ്ടും മറ്റും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മമ്മൂട്ടിനെ പെട്ടെന്ന് മിസ്സാവും, കാണാനല്ലേ പറയും. പക്ഷെ മമ്മൂട്ടി ഒരു ട്വീറ്റ് ചെയ്യും, ഐ ആം ബാക്ക് എന്ന്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതുവരെ എക്സ് അക്കൗണ്ട് അപ് ടു ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്ന ആള് ആ ട്വീറ്റ് മാത്രം കാണില്ല. അത് എങ്ങനെ ശരിയാവും എന്നാണ് ആലോചിച്ച് ഒരു വെട്ടും പിടിയും കിട്ടില്ല. മൊത്തത്തിൽ പറഞ്ഞ പടം ഓക്കെ ഫ്ലോപ്പ് അല്ല, നല്ലതാണ്, എന്നാ കുഴപ്പമില്ല, എന്നാ ഒരു ടൈം കാണാം, വൺ ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പഴയ ലാലേട്ടൻ മോഹൻലാൽ ഫിലിമിന്റെ 2020 ഫീലൊന്നും ആ വൈബൊന്നും കിട്ടിയില്ല. ഒരു ബോട്ടിൽ വെള്ളവും അതുപോലെ തന്നെ നിറയെ തിന്നാനും സ്നാക്സ് വാങ്ങിയിട്ട്, കാരണം 3 മണിക്കൂറിന് മേലെ സിനിമ. നമുക്ക് തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഇന്റർവെൽ പഞ്ചിൽ ഒരു ഫൈറ്റ് ഉണ്ട് മമ്മൂക്കാന്റെ, അടിപൊളി സംഭവം, അത് അടിപൊളിയായിട്ടായിരുന്നു. അതാണ് ഒന്ന് എനർജറ്റിക് ആക്കിയത്. അതുവരെ ഒന്ന് ഇങ്ങനെ കഥയടിച്ച് കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫിന് ശേഷം പിന്നെ നല്ല സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് പിന്നെ ലാലേട്ടൻ എൻട്രി വന്നു. ലാലേട്ടൻ എൻട്രി ഒക്കെ അടിപൊളിയായിട്ടാ, സൂപ്പർ ആയിരുന്നു. പക്ഷെ എന്താ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലതാണ്, ഒരു വൺ ടൈം മാറ്റം. റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാം? ഒരു 3 അല്ലേ, അത്രയൊക്കെ 3.5 കൊടുക്കാം. 3.5 വകുപ്പുണ്ടോ എനിക്കറിയില്ല. എന്റെ ഒരു റേറ്റിംഗ് 3 ആണ്. മോളിവുഡിൽ എല്ലാരും കാണാതെ മാത്രം, അതെ അത്രേ ഉള്ളൂ. മോളിവുഡിലെ കിങ്ങുകൾ ബിഗ് എംഎസിന്റെ പടം എന്ന് പറഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷമല്ല രണ്ടുപേരും ഒരുമിച്ച് ഒരു പടം വന്നിരിക്കുന്നത്. അത് എന്ന് മാത്രം ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളൂ. അതെ, ഫഹദൊക്കെ ഉണ്ട് കേട്ടോ, ഫഹദൊക്കെ അടിപൊളിയായിരുന്നു. അതാണ് അപ്പൊ മൊത്തത്തിലുള്ള ഒരു കഥ. അപ്പൊ ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. ഓക്കെ, പൊങ്കാലി ഇടരുത് കേട്ടോ, ഞങ്ങൾ ഉള്ളത് പോലെ പറഞ്ഞതാണ്. പടം നല്ലതാണ്. ഓക്കെ, വൺ ടൈം വാച്ച്. ഓക്കെ, ബൈ. സി യു. നിങ്ങൾക്കൊരു സി യു പറയണ്ട. ഓക്കെ, ബൈ.